ഹലോ, ഇന്ന് നമുക്കൊരു ഇടി കാണാൻ വേണ്ടി പോയാലോ? ഇടി എന്ന് വെച്ചാൽ കോമ്പാക്ട് സ്പോർട്സ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നിയാസിൻ്റെ ഓഫീസിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് 1 നൈറ്റിൻ്റെ ടിക്കറ്റ്സ് കിട്ടി. അങ്ങനെ മോർണിംഗ് 7:30 തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് ടിക്കറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇടി കാണാൻ വേണ്ടി കയറി. അവിടെ ലൈറ്റ് എത്തുന്ന വാച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. ഈ കാണുന്നതാണ് സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള സെറ്റപ്പ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ 2 ഗേൾസ് അവിടെ പൊരിഞ്ഞ ഇടിയിലാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് മിക്സ്ഡ് മാർഷൽ ആർട്സ്. വൺ ചാമ്പ്യൻഷിപ്പിന് കുറേ ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻസ് ഉണ്ട്. മോത്തായ്, കിക്ക് ബോക്സിംഗ്, മിക്സ്ഡ് മാർഷൽ ആർട്സ് ആൻഡ് സബ്മിഷൻ ഗ്രാംപ്ലിംഗ്. ബോക്സിംഗ് ഒക്കെ പണ്ട് കാണുമ്പോൾ വിചാരിച്ചത് ഇതൊക്കെ ശരിക്കും എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ബട്ട് ഇത് ഒറിജിനൽ ഇടിയാണ്. ഇടിച്ച് പരിപ്പാക്കിയിട്ടുണ്ട്. മൊത്തം 3 റൗണ്ടാണ് ഉള്ളത്. അതിൽ ഓരോ റൗണ്ടിനും 3 മിനിറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ ഫൈനൽ ബ്രേക്കിന് ശേഷം ഇടി സ്റ്റാർട്ട് ചെയ്തു. ഈ ബ്ലാക്ക് ഇട്ട ചേച്ചി ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ഫൈനലി ബ്ലാക്ക് ഇട്ട ചേച്ചിയാണ് കളിയിൽ ജയിച്ചത്. ഇതൊക്കെ നേരിട്ടാണ് വേറെ തന്നെ ഒരു ഫീലാണ്. പക്ഷേ അവർക്ക് പ്രൈസ് ആയിട്ട് കിട്ടിയത് $50,000 ആണ്. അങ്ങനെ സെക്കൻഡ് ഇടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ ഇടിയുടെ എൻട്രി നമുക്ക് മിസ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സേഴ്സ് സ്റ്റേജിലേക്ക് വരുന്നത്. ഏത് കൺട്രീനെ റെപ്രസെന്റ് ചെയ്താണോ ബോക്സർ വരുന്നത് ആ കൺട്രീൻ്റെ ഒരു സോങ് ഒക്കെ ഇട്ടിട്ടാട്ടോ വരുന്നത്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഇവരുടെ ഇടി അധികം നേരം ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തായ്വാറിലെ ചേട്ടൻ നല്ല ഇടി വെച്ചു കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തായ്വാറിലെ ചേട്ടൻ ജയിക്കുകയും ചെയ്തു. പല ടൈപ്പ് ഇടി, ഇമോഷൻസ്, അതുപോലെ തന്നെ പരാജയം, വിജയം എല്ലാം നമുക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇതിലൊരാൾ ഫ്രം US ആണ്, ഒരാൾ കനേഡിയൻ ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അയൽവാസികളാണല്ലോ. അപ്പോൾ ഇവർ അധികം അടി പിടിക്കില്ല എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇവർ നല്ല അടിയായിരുന്നു. അവിടെ കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്താ അയൽവാസികളല്ലേ. ഇതിൻ്റെ ഇടയിൽ ജേഴ്സി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിട്ട് അത് കാണാൻ. ഇടിപിടുത്തം മാത്രമല്ല, ഫൈനലി കളിയൊക്കെ കഴിഞ്ഞ ഒരു ഹഗ് കൊടുത്തൊരു കിസ് കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷവും. ഈ ഫിലിപ്പീനായിരുന്നു കേട്ടോ 1ന്റെ ചാമ്പ്യൻ ആയത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇടി വ്ളോഗ്. ബൈ.